ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിച്ചൂസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ. ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെ വലിയ സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയ ആഘോഷം. നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ കൂടെ നിച്ചൂസിൻ്റെ കൂടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിച്ച് ആഘോഷിച്ചു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും അത് നിങ്ങളായിട്ട് പങ്കുവെക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് കേക്കൊന്നും മുറിച്ചില്ലേ, വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ തന്നെ നിച്ചൂസ് കേക്ക് മുറിക്കണതാണ് കാണുന്നത്. മുഖത്തൊരു ചെറിയ പുഞ്ചിരിയുടെ ഒക്കെയാണ് ഇപ്പോൾ കേക്ക് മുറിക്കണത്. ഒരു വലിയ കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന പരിപാടിയാണ് കേട്ടോ. അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഫസ്റ്റ് ബർത്ത്ഡേക്ക് അവൾ ഭയങ്കര അലമ്പായിരുന്നു. കേക്ക് മുറിക്കാൻ സമയത്ത് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഈ തവണയാണെങ്കിലും ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് അവൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, കുസൃതികളായിരുന്നു പിള്ളേരെല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കണ്ണ് നിച്ചസ് വായിൽ വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിക്കണ്ണ് നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ്. കുട്ടീസ് എല്ലാം ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടി ഡെക്കറേറ്റ് ചെയ്തത് നമ്മുടെ ഇവിടെ തന്നെയായിരുന്നു, മേളിൽ വെച്ച് തന്നെയായിരുന്നു. പക്ഷേ കറക്റ്റ് സമയത്ത് കറണ്ട് പോയതുകൊണ്ട് നമ്മൾ പിന്നെ കേക്ക് എടുത്ത് താഴെ കൊണ്ടുപോയി വെട്ടത്ത് വെച്ച് മുറിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും കാണാത്തത്. എന്നാലും പറ്റിയ സമയം കൊണ്ട് നമുക്ക് പറ്റിയ കുഞ്ഞു കുഞ്ഞു ബലൂണൊക്കെ അങ്ങനെയൊക്കെ സെറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കണ്ണനും കുഞ്ഞേച്ചിക്ക് താണ്ടെ കേക്ക് വായിൽ വെച്ച് കൊടുക്കുവാണ് കേട്ടോ. ഹൃദയുടെ മാത്രം കരച്ചിൽ അങ്ങോട്ട് മൊത്തമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. കരച്ചിൽ മാറി, പക്ഷേ ആള് അങ്ങോട്ട് ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കേക്കൊക്കെ കൊടുത്തപ്പോൾ ആണെങ്കിലും അവൾ വേണ്ടെന്നും പറഞ്ഞ് തട്ടിക്കളയാൻ നോക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞിക്കണ്ണൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, നിത്യസും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിത്യസ് കേക്ക് എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേക്കിൻ്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മളോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് എവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ കേക്ക് മേടിച്ച് തൻസ് കേക്ക്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ നിന്നായിരുന്നു കേട്ടോ. കേക്ക് കണ്ടപ്പോൾ ഞാൻ ശരിക്കും വണ്ടറടിച്ച് പോയി, കാരണം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായി പോയി കേക്ക്. അപ്പോൾ നമ്മൾ അയച്ചു കൊടുത്ത ഡിസൈനായിരുന്നു കേട്ടോ ആദ്യത്തെ ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാറ്റങ്ങൾ ആദ്യത്തെ നന്നായിട്ട് തന്നെ മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ മഞ്ഞപ്പൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ ഓർഡർ ചെയ്ത് കുറച്ച് പുറത്തൊക്കെ വെച്ചിരിക്കുന്ന പൂക്കളുണ്ടല്ലോ, അത് മഞ്ഞ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കിനകത്ത് മഞ്ഞപ്പൂ വേണമെന്ന്. അപ്പോൾ ആദ്യത്തെ എനിക്ക് ആ കേക്കിൻ്റെ മഞ്ഞപ്പൂക്ക് മാറ്റി തന്നു. പിന്നെ ഒരു പൂച്ചനെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ താണ്ടി ഒരു കരിമ്പൂച്ചയാണെന്നുള്ളൂ താഴെയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി. കാണാനും സൂപ്പറായിരുന്നു, കഴിക്കാനും സൂപ്പറായിരുന്നു. അപ്പോൾ അത് അച്ചായിക്കും അമ്മമാർക്കും എല്ലാവർക്കും നിച്ചസിങ്ങനെ തോണ്ടി തോണ്ടി കൊടുക്കുകയാണ്. നിച്ചസിന് പൂക്കൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു ഫ്ലവർ തീമിലുള്ള ഒരു ഡെക്കറേഷനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ലാസ്റ്റ് മഴയും കറണ്ടും കാരണം എല്ലാം മൂഞ്ചിപ്പോയി. അപ്പോൾ കേക്കും പിന്നെ നമ്മുടെ ടേബിളൊക്കെ മാത്രം കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തു. മറ്റേ ബലൂണൊക്കെ ഫ്ലവർ തീമിൽ വെക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കൂടാണ്ട് പിന്നെ നിച്ചൂസിൻ്റെ വെല്ലിച്ചന്മാർ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരുടെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അവർ കേക്ക് മുറിയെല്ലാം കഴിഞ്ഞപ്പോൾ എന്നിട്ട് വന്നത്, കാരണം കേക്ക് മുറിക്കാൻ നേരത്ത് നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ വന്നത്, അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആര് വന്നാലും നിച്ചൂസ് വേഗം കേക്കിൻ്റെ അടുത്തേക്ക് ഓടുമായിരുന്നു, കേക്ക് മുറിച്ച് വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇങ്ങനെ തോണ്ടി തോണ്ടി കൊടുക്കുമായിരുന്നു കേട്ടോ. വെളിച്ചന്മാരെ കണ്ടുകൊണ്ട് നിച്ചൂസ് വേഗം കേക്കിൻ്റെ അടുത്തേക്ക് പോയി, എന്നിട്ട് അവർ കേക്ക് എടുത്തുകൊണ്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമായിരുന്നു നിച്ചസ് ജനിച്ച ദിവസം. അങ്ങനെ ആ സെക്കൻഡ് ബർത്ത്ഡേ ആവുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ദിവസവും നമ്മൾ അത്യാവശ്യം നല്ലപോലെ തന്നെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. അപ്പോൾ നിച്ചസിന് ജന്മദിനാശംസകൾ അറിയിച്ച ഒരുപാട് പേരുണ്ട്, ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാ വഴിയൊക്കെ ആയിട്ട്. അപ്പോൾ എന്താണ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ.